Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband வாசு. வணக்கம். ஓகே, நம்ம வந்து இன்னைக்கு பார்ட் 1 பார்த்துப்பீங்கன்னு நினைக்கிறேன். பார்க்கலாம், டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ பார்ட்டுக்குள்ள போயிடலாம். ഓക്കെ, 5 പേര് ഒരേ കോളേജിൽ നിന്ന് ചേർന്ന് പോകാൻ നിனைக்கிறேன். എനിക്ക് அப்படிதான் തോന്നുന്നു. അവന്മാരൊക്കെ എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചോളൂ. നീ ആദ്യം പഠിച്ചിരുന്നല്ല ജോലി നടൻ നോക്കാം. പിന്നെ പഴയ പോലുള്ള കൂട്ടുകെട്ടൊന്നും വേണ്ട, കേട്ടല്ലോ. പിന്നെ ஸ்கூல் பாய்ஸ் உள்ள போறாங்க. டிசி ஏதாச்சும் வாங்க வந்திருப்பானா இருக்கும். இவங்கலாம் 12th இல்லை ஸ்கூல் ட்ரெஸ் விட போகிறாங்களா? இவங்களாம் ஃப்ரெஷர்ஸ். இது காலேஜ் ட்ரெஸ் கோடுன்னு நினைக்கிறேன். இவங்களாம் கலர் ட்ரெஸ் வருவாங்க ஃப்ரெஷர்ஸ். പിന്നെ അവിടെയാണ് ലൈബ്രറി. കറക്റ്റാ? അതിന്റെ അപ്പുറത്ത് യെസ് യെസ് യെസ്. അത്ര വിഷയമൊന്നുമില്ല. അതൊക്കെ അല്ലാട്ട് ഇവിടെ റാഗിങ്ങിന്റെ പ്രശ്നം എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നമൊന്നും. கலர் ட்ரெஸ் எல்லாம் ஃப்ரெஷர்ஸ். ഇവനെന്താ ഇവിടെ? എന്താടാ ഇതാ ഞാൻ പറഞ്ഞ ആള്. யார் அந்த இவன விஸ்வமா? നീ ഒരു കാര്യം ചെയ്യ്, പോയി ചോദിക്കേ. ചെല്ല്, പോയിട്ട് വാ. சேர தூக்கி கால்ல போட்டாங்களே. அதான் ஆப்போசிட் விஸ்வம். ஐயோ வந்த அன்னைக்கே வா. அச்சோ, எல்லாத்துக்கும் முடி போட்டுக்கிறான். வந்துட்டான்னு நினைக்கிறேன். ஆமா செத்தாண்டா இன்னைக்கு. கேமரா பாருங்க, சூப்பரா வச்சிருக்காங்கப்பா. யாருமே விட கையை வச்சு திருவிழா ஒரு அங்க சீனியர் விளையாடுறாங்க. எங்க செம்ம கேமரா வந்துப்பா. போச்சு தேவனே. அச்சோ, செம்மட்டாங்க. ஐயோ ஐயோ ஐயோ, மறுபடியுமா? ഇനി ഇവന്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ട അവന്റെ കൈ ഞാൻ തന്നെ ഒടിക്കും, കേട്ടോ പട്ടികളാ. പ്രൊഫസർ എനിക്കാമ്മ മനോഹരൻ സാറല്ലേ അത്? அவர் தானே ரெக்கமெண்ட் பண்ணாரு இல்லையா? മനോഹരൻ സാറാ നോക്കി എടുക്കണ്ടേ? സാറാന്ന് പറഞ്ഞില്ലല്ലോ. வாழை கீழே எழுந்துருச்சு. ஸ்கூல்ல இருந்த அதே பேரண்ட்ஸ் மறுபடியும் காலேஜ்ல இருந்து நிக்கிறாங்க. எது நடக்க கூடாதுன்னு நினைச்சோமோ அதுல நடந்திருக்கு. പോവല്ലേ പോവല്ലേന്ന് പറ. എങ്ങനെ പോകാതിരിക്കും? ഇവന്മാരൊന്നും ഈ ജന്മം നന്നാവത്തില്ല. അതെ പോവല്ലേ. இவர் தான் கேஷுவலா எடுத்துக்கிறாரு. இவன் இப்படிதான் எடுத்துட்டு போற காலேஜ்ல ഇവിടെ ഉണ്ടല്ലോ. അല്ല என்னப்பா கரெக்ட்டா ஒரு வரியா பிடிச்சு போட்டுருக்காங்க. എവിടുന്നാടാ നീയൊക്കെ വരുന്നേ? നമസ്കാരം സാർ. എന്താ സാർ വിളിപ്പിച്ച? നിങ്ങളിതിൽ ആരുടെ ഗാഡിയനാ? എല്ലാം നമ്മുടെ പിള്ളേരാണ് സാർ. പിന്നെ ഈ മൂസ ഇതാണ് എന്റെ മോൻ. അപ്പോ ഇവന്റെ കൂട്ടുകാരായോണ്ട് എല്ലാം എനിക്ക് എന്റെ മക്കളെ പോലെയാണ് സാർ. നല്ല പിള്ളേർ. நல்ல பசங்க. നല്ല പിള്ളേരും. ഇവരോ? അതെ. നിന്റെയൊക്കെ പാരന്റ്സ് എവിടാ? ഇപ്പൊ ഇവരോട് ആക്കിയിട്ട് അങ്ങോട്ട് പോയുള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? പ്രശ്നോ? വന്ന ദിവസം തന്നെ അടി, അത് തന്നെ പ്രശ്നം. അടിയോ? പിന്നല്ലാതെ. അങ്ങനെ പറയില്ല സാറേ, ഇവർ അത്തരക്കാരല്ല. കാരണം കൊച്ചുനാൾ മുതൽ ഇവരെല്ലാരും എനിക്കറിയാം. செமடடி. സാറിനറിയോ, ഞങ്ങൾ രക്ഷകർത്താക്കൾ ഇവരുടെ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാനല്ലാതെ ഇന്നേ അവരവിടെ പോയിട്ടില്ല. അത്രയ്ക്ക് നല്ല പേരാണ് സാറേ ഇവർക്ക്. അവരെ പറ്റി സാറിങ്ങനെ പറയുമ്പോ ഞാനൊന്നും ചെയ്യാൻ സാർ. എന്ന് വെച്ചാ ഞാൻ കള്ളം പറയണമെന്നോ? അയ്യോ സാർ, സാറും നുണ പറയുന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ഇപ്പൊ ഇവമാർ ആരെങ്കിലും അടിച്ചായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ ഇവിടെ വെച്ച ഞാൻ മാപ്പ് പറയാം. എടോ, ഇതെന്റെ തോന്നലല്ല. ഇത് ഈ കോളേജിൽ ഒരു അധ്യാപകനെ ഒരു തല്ലിയിരിക്കുന്നത്. അറിയാതെ എന്താന്നുള്ള ഇത്? ഒരു അധ്യാപകനാണോ നിങ്ങൾ തല്ലിയത്? എടാ നിന്നെയൊക്കെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോലും എത്തിയില്ലല്ലോ. അതിനൊപ്പം തുടങ്ങിയ ഇനി എന്തെങ്കിലും വേലത്തരങ്ങൾ നീയൊക്കെ കാണിച്ചെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ ഒരൊറ്റ ഒരുത്തനെ ഞാൻ പറഞ്ഞു വിടില്ല. തൽക്കാലം ഞാൻ പറഞ്ഞോട് സാർ നിങ്ങൾ പറഞ്ഞു വിട്ടിരിക്കണം. അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യങ്ങളെ പറഞ്ഞു വിടില്ല. അത്രയ്ക്ക് പാവടി സാർ. എന്താ സാർ? ആര് വെറുതെ വിട്ടു? ഞാൻ വെറുതെ വിട്ടൊന്നുമില്ല. പറ്റിപ്പോയി. ഒരു മിനിറ്റ് സാർ. സാറേ, ഇതിപ്പോ ഞങ്ങളുടെ മക്കളുടെ ഭാവി ഇവര് പിള്ളേരല്ലാതെ ഒരു അധ്യാപകനെ പോലും തല്ലിയിട്ടില്ല. ഇല്ലടാ? ഇല്ല, തല്ലിയിട്ടില്ല. അത്രയ്ക്ക് നല്ല പിള്ളേരാണ്. അത്ര ഗുരുഭക്തിയാണ് സാർ അവന്മാർക്ക്. സാർ പറഞ്ഞ സാർ കേൾക്കും. ഒന്ന് പറയൂ സാർ. പിള്ളേരല്ലേ പാവം, ഒന്ന് പറ.
വിടാൻ പറഞ്ഞു സാർ. കൊണ്ടുപോടൂ. வெளில போய் பார்க்க போறான்னு நினைக்கிறேன். இல்ல அவர் அது மாதிரி டைப் இல்ல. നിന്നെ ഇനി നമ്മൾ പഠിച്ചു തോപ്പിക്കും. നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ കിട്ടാനാണ് ഞാനും കാത്തിരുന്നത്. ஏய் பாட்டு நல்லா இருக்கு. Highest value to which பாட்டு சூப்பரா இருக்குப்பா. ஆரம்பிச்சிட்டானுங்க. ലാലേട്ടനായതുകൊണ്ട് ഫൈറ്റ് ഒക്കെ ഉണ്ടാവല്ലേ? ഒന്നും പറയാൻ പറ്റില്ല, തന്മാത്രക്കകത്ത് ഫൈറ്റ് ഇല്ലല്ലോ. തന്മാത്ര അയ്യോ ദൃശ്യം. ദൃശ്യം ആമാ. അളിയ കലാമേ അജോ എന്താടാ പടം ഒരു രക്ഷയില്ലടാ. ക്ലൈമാക്സിൽ ലാലേട്ടൻ ഒരാളെ കൊന്ന് പോലീസ് സ്റ്റേഷനകത്ത് போச்சு பெரிய ட்விஸ்டே அதான். Oh my god. லால் சேஃப்டா. அந்த ட்விஸ்டே சொல்லிட்ட படமே முடிஞ்சு போச்சு பா. இந்த பாட்டு நான் அப்புறம் போய் கேட்க போறேன். ஐயோ അവനും അവളെ നോക്കുന്നുണ്ടല്ലോ. போச்சு கேங் வார் சாட். ஐயோ மறுபடியுமா മൊണ്ണ ഇത് രണ്ട நம்ம காலேஜ்ல மெக்குக்கு பயோடெக் நடந்துச்சுல அது மாதிரி இருக்கு. പിന്നെ അവളെ നോക്കല്ലോ. என்ன ஒரே கேங் ஆயிட்டாங்களா? அவ்வளவுதான் இப்படிதான் ஒண்ணு சேர்ந்துட்டு இருக்கானுங்க உனக்கு. இப்ப 5-10 ஆயிடுச்சு. ரைட் அடுத்தது ஐயோ ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ. ஏன் அடிக்கிறாரு? சரக்கு குதிரை விட்டாங்க. அப்படிதான் நினைக்கிறேன். കുടുംബത്തിൽ കാണാല്ലേ ഇങ്ങനെ. ഹലോ എടോ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴോ? എന്തു പറ്റി? എടോ അച്ഛന്റെ ബൈക്ക് ഒന്ന് പഞ്ചറായി. ഞാനിവിടെ റോഡിൽ നിൽക്കുവാ. തനിക്കിന്ന് വരാൻ പറ്റുമോ? ഓ ഇപ്പോഴോ? ഞാനിപ്പോ വീട്ടിൽ വന്ന് കേറിയതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ ഡൗട്ട് അടിക്കും. ഡൗട്ടാ? എന്ത് ഡൗട്ട്? അല്ല ഈ രണ്ടാമത് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളാ ഇവിടെ. ധനസോക്കെ അല്ലല്ലല്ല ഞാൻ വരാം. എവിടാ നിക്കുന്നേ? ഹലോ ഹായ്. അച്ഛൻ എവിടെ? അച്ഛൻ വീട്ടില്. താൻ ഒറ്റയ്ക്കാണോ ഇത് കൊണ്ടിറങ്ങിയേ? ഞാൻ ഇതെടുത്തോണ്ട് രാത്രി കറക്കാൻ പതിവുള്ളതാ. ഒറ്റയ്ക്കോ? ഇത് ഇവിടെ ഇരുന്നാ പോരെ, രാവിലെ എടുക്കാലോ. വീട്ടിലൊന്നും പറയത്തില്ല രാത്രി ഒറ്റയ്ക്ക് ഇറങ്ങുന്നതിന്? അതെന്താ നിങ്ങൾ ആമ്പിള്ളേര് വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിയാൽ മാത്രമേ ചോദ്യമുള്ളൂ? അല്ല അങ്ങനല്ല. പിടിച്ചോ. രാത്രി എങ്ങോട്ടായിരുന്നു? ചുമ്മാ 1 മണിക്കൂർ രാത്രി കറങ്ങാൻ ഇറങ്ങും. വണ്ടി എവിടെയും നിർത്തത്തില്ല. ഇതിപ്പോ പഞ്ചറായില്ലേ, അപ്പൊ നിർത്തിയല്ലേ പറ്റൂ. അപ്പൊ നിർത്തിയതാ. അപ്പൊ പേടിയൊക്കെ ഉണ്ട്? അതെന്താ എനിക്ക് പേടി പാടില്ല. അല്ല അങ്ങനല്ല. അതെ വിശക്കുന്നുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടോ? കുറച്ച്. കുറച്ചെന്ന്. രാത്രി താമസിച്ച് വീട്ടിൽ ചെന്നാലേ ഭക്ഷണം കൊടുക്കണ്ടെന്ന അപ്പ അമ്മയോട് പറഞ്ഞേക്കുന്നത്. എന്നാലും അമ്മ രാത്രി ആരും കാണാതെ എനിക്ക് 2 ദിവസം റൂമിൽ കൊണ്ട് വെക്കുന്ന. പക്ഷെ കഴിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോഴാ താൻ വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കഴിക്കാൻ വല്ലതും പോവാം. എന്റെ കയ്യിൽ കാശുണ്ട്. ഇപ്പൊ എവിടുന്ന് പോയി കഴിക്കാനാ? നിനക്ക് കഴിച്ചാ പോരെ? കഴിച്ചാ മതി. இது என்னது? கேண்டீன் இருக்கும்ல. നീ വിശപ്പിനുള്ള മരുന്ന് മേടിക്കാൻ പോവാന്ന്? വെയിറ്റ് ചേട്ടാ, 2 ചായ ஓ ബിസ്ക്കറ്റ് ഇല്ലേ കഴിക്കും? டீயே பெருசா ഇയാളെന്താ മുടിയൊക്കെ വെട്ടി ആണുങ്ങളോട് ഡ്രസ് ഇട്ട് നടക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് എന്താ പറ്റില്ല? അല്ല പറ്റും, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ പോലെ കാണണമെന്നാണ്. പക്ഷെ കാണുന്നവര് വിചാരിക്കുന്ന കാരണങ്ങളൊന്നുമില്ല. പിന്നെന്ത് കാരണം? എനിക്ക് നിങ്ങളെ പോലെ ഹാർഡായിട്ട് ജോലി ചെയ്യാൻ പറ്റണം. പിന്നെ വീട് മേടിക്കണം, കാശുണ്ടാക്കണം, കാർ വാങ്ങണം, പേരൻസിനെ നല്ലോണം നോക്കാൻ പറ്റണം. പിന്നെ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം എനിക്ക് ചെയ്യണം. എല്ലാ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടോ? നിനക്കൊന്നുമില്ലേ? പിന്നെ എന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? சொன்ன மாதிரி போல என்ன பண்ணே. പ്ലാൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിൽ ഒന്നിനെയും വിട്ടുകൊടുക്കരുത്. എത്ര ആഴത്തിൽ പോയാലും അതിനെ ഇങ്ങനെ നമ്മളെ തിരിച്ചു പിടിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതല്ലേ അതിന്റെ ബ്യൂട്ടി.
ഓഹോ ഞാൻ சொல்லி കൊടുത്തത് എന്റെ അളിയ ഒരു പീസ് വരുന്നടാ പീസ് എടാ പട്ടി പ്ലീസ് വെറുതെ ചുമ്മാ വെറുതെ തൊട്ടോട്ടെ തൊട്ടാ ഹെൽപ്പ് ചെയ്യാവോ ചേച്ചി രണ്ട് വിൽസ് Large and small ആണോ? താങ്ക് യു. ലിമിറ്റ് കൊടുത്ത് പോയി വെച്ചിട്ട് കണ്ണി ഒഴിക്കുന്നതായി എനിക്ക് ഇവിടെ പോയിട്ട് വേറെ കാര്യം എടാ തിരിച്ചു പിടിക്കല്ലേ പേശിടാ ആരിത്തു ഉറപ്പായിട്ട് ചെയ്യാം. എന്ത് ചോദ്യം ഇപ്പൊ തന്നെ ഇറങ്ങാൻ Right. കഴിയും. Okay, അന്ന് കണ്ണടി ഓഹോ ഓക്കെ എടാ അത് രാവിലെ പറഞ്ഞ കാര്യം ഇത് വേറെ കാര്യം വാ, പിടിച്ച് പടാരസേ ഒന്ന് പ്രേമിച്ചൂടെ ചായ മാത്രം കുടിച്ചാ വിശപ്പ് മാറുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും കഴിച്ചാ. നൈറ്റ് ബിരിയാണി. ഞങ്ങളുടെ ടീമിൽ ഏറ്റവും വലിയ ഇന്റലിജന്റ് പള്ളിയിൽ നിന്ന് 3 ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താ നീ എവിടെ നിൽക്ക്? വിശപ്പ് പ്രാർത്ഥിച്ച് മാറ്റാൻ വന്നതാണ്. നീ ഇവിടെ ഇരു, ഞാൻ ഇപ്പൊ വരാം. പഴംപൊരി. നൈറ്റ് ബിരിയാണി ഇറക്കാതെ വാങ്ങേ. ഇത് പഴകിയതൊന്നും അല്ലല്ലോ. ഊർക്കുള്ളതല്ലേ അതെ, നിങ്ങൾക്ക് എന്താ വിശുദ്ധനോട് ഇത്ര പ്രശ്നം? വിഷു അല്ല, BC വിഷു. അവനെ സ്കൂൾ തൊട്ട് ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നേ. എന്താ അവനോട് ഇത്ര പ്രശ്നം? അവന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തേത് അവൻ നന്നായിട്ട് പഠിക്കും. പിന്നെ സ്പോർട്സിന് ഫസ്റ്റ്, സ്കൂൾ ഫസ്റ്റ്, ടീച്ചേഴ്സിനൊക്കെ അവനെ ഇഷ്ടം. ഇപ്പൊ പ്രിൻസിപ്പാളിന് ഇഷ്ടം. ഇതൊക്കെ ഒരു പ്രശ്നമാണല്ലോ. അതാണ് നിങ്ങളുടെ പ്രശ്നം. സത്യത്തിൽ അവൻ ഞങ്ങളുടെ പ്രശ്നം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു സിനിമയാണെങ്കിൽ അവൻ നായകനും ഞങ്ങളൊക്കെ വില്ലന്മാരും. പക്ഷെ ഞങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ചൂണ്ടൂരിൽ കൈ താങ്ങി തട്ടിയറി അത്രോ. എന്നാലും എന്റെ കോളേജിൽ ഇതൊന്നുമില്ലല്ലോടാ. ഇതൊക്കെ ഉണ്ടായിട്ടെന്ത് കാര്യം? ദാണ്ട് ഇവിടെ ഒരുത്തിന് പ്രേമുണ്ട്. ഉണ്ടായിട്ടെന്ത് കാര്യം? അതെന്താ നീ അങ്ങനെ ഒരു സംസാരം? അല്ല, നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അവക്കറിയോ? അതില്ല, പക്ഷെ എടുത്തടിച്ചോലെ പറഞ്ഞിട്ട് അവളെങ്ങാനും നോ പറഞ്ഞ എനിക്ക് സങ്കടമാവൂളിയാ. അതല്ലേ ഞാൻ പറയാത്തത്. ആ, അതാണ് ഇവൻ പറഞ്ഞത്. നിനക്ക് ധൈര്യമില്ലാന്ന് മനസ്സിലായ? നീ ഉള്ള കാലം മുഴുവൻ അവളെ ഡെലിവറി ബോയായിരിക്കും നടക്കാം. നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. ചായ കുടിച്ച് മിക്കവാറും ഒരു ഷുഗർ ഒന്നും ചാവത്തേ ഉള്ളൂ. നിന്റെ മൂലം അങ്ങ് എന്നാലും എന്റെ കോളേജിൽ ഇതൊന്നും ഇല്ലല്ലോടാ. നീ ഇത് വെട്ടിയെടുത്തോണ്ട് പോയി പോ. നാളെ തന്നെ റീത്തോട് പറഞ്ഞു അവളെ കൊണ്ട് ഗുളിക പോയിരുന്ന കഥ നാളെയോടെ. നീയും പറയും മായോട് നിന്റെ ഷുഗറിന്റെ കാര്യം. ഞാൻ പറയുമെങ്കിൽ നീ പറയുള്ളൂ, നീ കൊടളിയാ. എന്റെ അവിടെ ഇതൊന്നും ഇല്ലടാ. നാളെ തന്നെ തിട്ട് പുളി പുളിക്കണേ ഉരുട്ടിക്കൊണ്ടുപോയി. എന്തോ ഭീകരമായിട്ട് കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ട് പറയാം. എന്താ നിനക്ക് കോളേജിൽ വെച്ച് പറയാൻ പറ്റില്ലേ? നമ്മള് ഡെയിലി ഇവിടെ വെച്ചാണല്ലോ കാണുന്നത്. അപ്പൊ പക്ഷെ രാത്രി പോലല്ല, പകലെന്താ ഇവിടെ ഇത്ര ആള്? നമുക്ക് അങ്ങോട്ട് മാറി, ഇവിടെ ഭയങ്കര ആള്. ആ, നീ കാര്യം പറ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരമായ അപകടമാണെന്ന് തോന്നുന്നു. മൈപ്പുറ അയ്യോ, അല്ലേ? ഇല്ല ഇല്ല ഇല്ല. മായാവി, നമുക്കിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് പിടിച്ച് എന്നെ നീ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായ പോലും നടക്കില്ല. നിന്റെയും നിന്റെ കൂട്ടുകെട്ടും കണ്ടാലറിയാം നിന്റെ കാരിയറിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്. കാരിയർ അല്ല, എന്തിലാവട്ടെ, നീ ആദ്യം മര്യാദക്ക് പഠിച്ച് സെറ്റാകാൻ നോക്ക്, എന്നിട്ട് നോക്കാൻ നമുക്ക്. അവക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം, അല്ല നമ്മളെ പറ്റി പറയേണ്ട കാര്യമില്ല. ഇപ്പോഴേ ഇങ്ങനെ ഇവര് തമ്മിൽ സെറ്റ് ആയിരുന്നെങ്കിൽ ഇവന്റെ പേര് തന്നെ വിട്ടിട്ട് വന്നാൽ അതിന് ഇവര് തമ്മിൽ ലവ് മാസ്റ്റർ. ഞാൻ അവക്ക് വേണ്ടി കുടിച്ച മഴയും ഞാൻ ചായയും വേസ്റ്റ് നീയും വേസ്റ്റ്. ഞാൻ ഭയങ്കര മനസ്സംഗത്തിരിക്കണം, ഭയങ്കര മനസ്സംഗത്തിരിക്കണം. എടാ, നിനക്ക് സങ്കടപ്പെടാൻ ഒരു കാരണമെങ്കിലും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇതുവരെ പറയാൻ പോലും പറ്റിയിട്ടില്ല. അവൻ തോന്നല്ലേ ഇവനെ കൊണ്ട് റിപ്ലൈ വന്നിട്ട് യുവമാരെ പോക്കേണ്ടത് യുവമാര് കിട്ടാൻ എന്തേലും ഒന്നുമുണ്ട്. ഞാനിവിടെ എല്ലാരും കമ്പൈൻ സ്റ്റഡി
എന്തോന്ന് കൊണ്ടുവരുമെന്നൊക്കെ. ഏതോ വില്ലങ്ങമ്മ വാങ്ങിട്ട് വന്ന് 30 ത്രീ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് ഓഫ് ലൈഫ് ഇല്ല അതൊരു ചേട്ടൻ ഭഗത് പറഞ്ഞേ. ഒരു കാര്യം ചെയ്യാം, അത് നമുക്ക് ബുക്ക് എല്ലാവർക്കും ചെയ്ത് അവിടെ പോയി അവനെ കണ്ട് ഓക്കെ ബുക്ക് നീ അവനുമായിട്ട് മനസ്സോട് ഒരു സംസാരിച്ച് വഴമോ? റീസയായിട്ട് മനസ്സോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആക്കിട്ട് ചെയ്യണം. ഓ, പറ്റില്ല. എനിക്കിങ്ങനെ മായ ആദ്യം കാണണം. അതത്രേ ഉള്ളൂ. അതെ, മായടുത്തൊക്കെ ഇപ്പൊ ഈ കോലത്തിൽ ഇപ്പൊ നമുക്ക് മായ പോയി കണ്ട് സംസാരിക്കണം. നാളെ സംസാരിച്ച പോരെ? വേണോ? ആരുമില്ല പറയാൻ. ഞാൻ പറയുന്നത് ഞാൻ யார் வீடு இது? மாயா வீடா? എടാ പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണോ? വേണം. ഏതാളുടെ വീട്? ആരുടെ വീട്? ஆட்டு போட்டுறாப்பா. അതിനെ ഉസ്താനെ കൊണ്ട് നോക്കിയായിരുന്നു. അവിടെ എന്താ ഇറങ്ങി വാടി. പാപ്പാക്ക് ഒരു ബൈക്ക് ഉണ്ടായിരുന്നേ. ஒருத்தன் உள்ளே போயிட்டாப்பா. ഇവിടെ ആരുമില്ല. എന്റെ പൊന്നു ബോധമില്ലാത്ത മിണ്ടാതിരി. ഞാൻ പോണ്ടോ? എനിക്കറിയാളോ അവിടെ ചതിച്ച. ECG ഒക്കെ നോർമലാ. അപ്പാവും மட்டும் தானே அதான் ஹாஸ்பிடல் ഡേ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. കുറച്ചു നേരം നെഞ്ചരിച്ചിലുണ്ടാവും, അതുവരെ ഇവിടെ ഇരിക്കാനാ പറഞ്ഞു. അച്ഛനെ കിടക്കണോ? വാർഡില് വേണേ കിടക്കാം. വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം. എന്നാ ഇത് പിടിച്ചോ, ഞാൻ ചായ മേടിച്ചോ. ஓ அப்படிதான் அவனுக்கு தெரியும். ഹോസ്പിറ്റലാ? അച്ഛനെന്നാ പറ്റി? അച്ഛന് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. അവനൊരു ഇഞ്ചി ചായ എടുക്കാം. அவங்க அப்பா இருக்கிறது தெரியாம இவங்க பட்டி ஏதோ பேச போறானுங்க. ആ കൂട്ടുകാരൻ വന്നല്ലേ. നീ എന്താണ് മെസ്സേജ്? എന്റെ കൂട്ടുകെട്ട് കൊള്ളത്തില്ലെന്നോ? ഡേയ് വേണ്ടളിയാ, നാട്ടുകാർ മൊത്തം കേൾക്കും. കേക്കട്ടളിയാ. Oh, ഡേ, നിനക്കറിയാം ഇവരാരൊക്കെയാണ്? എന്റെ ചങ്സ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എന്ത് ചെയ്യാ? ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിനക്ക് സൗകര്യമുണ്ട്. സൗകര്യം നീ എന്നോട് വന്നാലടി. അല്ല, നിനക്ക് വേണ്ടി എന്റെ കൂട്ടുകെട്ടൊന്നും കളയാൻ പറ്റത്തില്ല. എന്റെ വീട്ടുകാര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെ നീ എന്റെ പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഉത്തരവാദിത്വം ഇല്ല, ലക്ഷ്യബോധം ഇല്ല, സ്ഥലകാലം. ചേട്ടാ, എനിക്ക് സ്ഥലകാല ബോധം ഇല്ല. എടി, നീ എന്തെങ്കിലും നിന്റെ പ്രശ്നം അനലൈസ് ചെയ്തിട്ടുണ്ടോ? എടി, മുടിയും വെട്ടി തന്തയുടെ ഷർട്ടും തന്തയുടെ വണ്ടി എടുത്ത് അങ്ങാരി കാണാതെ രാത്രി കറങ്ങാൻ ഇറങ്ങിയാൽ ആണാവത്തില്ലടി. ഇത് മാത്രമല്ല, ഇവക്ക് നല്ലൊരു ജോലി മേടിച്ചിട്ട് ആണുങ്ങള് പേരൻസിനെ നോക്കുന്ന പോലൊക്കെ നോക്കണമെന്ന്. എടി, ഇത് ആണാന്നേലും പെണ്ണാന്നേലും നോക്കോടി. ലുക്ക് മാത്രമൊന്നും മാറ്റിയിട്ട് കാര്യമില്ലടി. അമ്മാവൻ പറ, എന്തൊക്കെ മണ്ടത്തരങ്ങളാ മരമണ്ടൻ. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എന്നേ മറന്നു കാണും. നീ അതും പൊക്കി പിടിച്ചോണ്ട് അച്ഛന്റെ ആൺകുട്ടിന്നും പറഞ്ഞിട്ട് അവള് നടക്കുകയാണ്. നീ പറഞ്ഞ എല്ലാ മണ്ടത്തരത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടില്ലോടി. കെട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞിട്ടില്ലോടി. നീ എന്തെങ്കിലും എന്റെ ഇഷ്ടത്തിന് നടന്നാൻ പറഞ്ഞിട്ടുണ്ടോടി? എക്ക് വേണ്ടി ഞാൻ എല്ലാം മറക്കണല്ലോടി. ഫ്രണ്ട്ഷിപ്പ് കളയണല്ലോടി. നീ ഭയങ്കര പണി നോക്കടി. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ 10 പറയാൻ ഇല്ല. ആരുടെ ഇത് മെഷി കുതിർന്നില്ലല്ലോ. ഇല്ല, ചതിച്ചി. മോളെ, നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നതെന്നാണ് അച്ഛൻ ഇത്രയും നാൾ കരുതിയിരുന്നത്. നീ എനിക്ക് വേണ്ടിയാ ജീവിക്കുന്നതെന്ന് ഞാനിപ്പോഴറിഞ്ഞു. ഞാനങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ലല്ലോ നിന്നോട്. എന്നാലോ പയ്യൻ വേണ്ടി വന്നല്ലേ എനിക്ക് എന്റെ മോളെ മനസ്സിലാക്കാൻ. പാവം പയ്യനല്ലേ, പക്ഷെ മണ്ടനാ. അവനെ അങ്ങ് പ്രേമിക്കാൻ പോയാലേ നമ്മുടെ ജീവിതം കഴിയുന്നു പോകും. നിങ്ങളോട് ഞാൻ ഹാപ്പിയാ, അത്രേ ഉള്ളൂ. ഇനി ഇവനോടൊക്കെ നമ്മളോട് പറഞ്ഞു അവളുടെ വായിരിക്കുന്ന ഒക്കൂടെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം. ചുമ്മാ ഇരിക്കൂ, നീ നോക്കോ. ഞാൻ അവൾക്ക് പറയും, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവളെ അന്നേരേ സംശയം ഉണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടോ? ഇനി മറ്റേ ലവനായിരിക്കും. புக் வாங்க வா சொல்லு. ഹലോ, നിനക്ക് രാത്രി 10 മണിക്ക് എന്ത് പരിപാടി? ഫുഡ് അടിയായിരുന്നു മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് അതല്ല, റീത്തയുടെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നെന്ന്. ഒരവൻ. ഞാനും നീ അല്ലാതെ ഇനി മൂന്നാമത് ഒരുത്തനാ. എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അവൻ ഇനി ഇടിച്ചുറക്കം ഞാൻ. ഒരു കാര്യം ചെയ്യ്, നേരെ ആ ജംഗ്ഷനിലോട്ട് വാ. ഇന്ന് നമുക്ക് അവനെ തിരിവി എടുക്കാം. ഞാൻ കൊണ്ടുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
നേരം വെളുത്തറ കോപ്പയാണ്. ഞാൻ പഠിക്കാതെ വരാനുള്ള സമയം ഉണ്ടാക്കാൻ ഞാൻ ഇറങ്ങി വന്ന കണ്ണാടി ആയിരിക്കണ കണ്ണാടി വെച്ച് തിണ്ടിന്നെ. വിഷ്ണു, റീത്തേക്ക് ഒരുപാട് ബുക്ക് എടുക്കാറുണ്ടല്ലേ? ഇടയ്ക്കൊക്കെ. നിന്റെ അച്ഛന്റെ ലൈബ്രറിയാ? ഹായ്. ഞാൻ മൂസ. ബ്രോയുടെ പേരെന്താ? ഫ്രെഡി. ഷട്ടി. അല്ല, ഫ്രെഡി. FREDDY. നല്ല തൊലിഞ്ഞ പേര്. எனக்கு மூசா தான் பிடிச்சிருக்கு. റീത്തേട്ടെന്താ? റീത്തേന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അടുത്ത ഫ്രണ്ട് എന്ന് പറയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. റീത്തെ പോലെ ഒരു പെൺകുട്ടി എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കണ്ണിൽ ഇത്രയും വലിയ കണ്ണാടി ഉണ്ടായിട്ട് നീ കണ്ടിട്ടില്ലടാ. ബുക്കാടാ കാശി ഇവൻ നന്നായിട്ട് വായിക്കും. നിനക്ക് ഒതളങ്ങ തരൂടാ, ഒതളങ്ങ. നിന്റെ കണ്ണാടി ஏய் பேசில் இவர் இருக்காரு அதுல ஸ்பெஷல் தேங்க்ஸ் போட்டுருந்தாங்க. ഇതേത് ഇറക്കാൻ കയ്യെടുക്ക. പോലീസുകാരുടെ അടുത്താണോ? போலீஸ் அதுல இரு പോലീസുകാരുടെ അടുത്താണോ നീ കളിക്കുന്നത്? കളിക്കാൻ കയ്യറാ. നീ കൈയെടുക്കടാ. നീ ആദ്യം കയ്യറാ. അതിന് നീ ഏതാ? നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളര് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നിക്കറ എന്റെ അണ്ടറല്ല. ആണല്ലേ? வாங்க போறா. எல்லாத்தையும் அவன் தானே டைலாக் பார்த்தாங்க பாரு. யார் ஷால் போட்டுருக்க மாதிரி போட்டு സാറേ, ഇതൊന്നും എന്റെ അല്ല. ഇതൊക്കെ എന്താ ഇത്? നീ വന്ന് സാറേ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. கஞ்சாவா? അങ്ങനെയല്ലല്ലോ നീ നല്ല പറഞ്ഞതെല്ലാം നിന്റെ ആണെന്നല്ലേ പറഞ്ഞത്? സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ. അല്ല ഇത് എന്റെ ഒന്നും അല്ല. ഇതൊക്കെ ആരുടെ? എന്താ ഇത്? ജീരകമുണ്ട്, കല്ലുപ്പ്, സാധാ ഉപ്പ്, സ്റ്റാമ്പ് അറിയാം. അല്ല വേറൊന്നും അറിയില്ല സാറേ. ഇന്നലെ നടന്നതെന്ന് പറഞ്ഞാ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. അപ്പൊ ഇവന്മാരൊക്കെ ആരും ഇത് വരും ഒന്നും എനിക്ക് കമ്പനിയില്ല. എന്നെ എന്തിനാ എന്റെ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന? സാറേ ഇവനെന്റെ കുഞ്ഞുമാടെ മോനാണ് സാറേ. ആ ഇവനെ അറിയാം. ഇവ എന്റെ അടുത്ത് നിന്നേ സാറേ. എന്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചാണ് സാറേ അവൻ. അവനെ അറിയാലോ. ഞങ്ങൾ എല്ലാവരും തിക് ഫ്രണ്ട്സ് ആണ് സാറേ. ഇവര് 300 എനിക്ക് ചെറുതായിട്ട് അറിയാം. ഇദ്ദേഹത്തിനെ അറിയാം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വ്യക്തതാട്ടോ. ഹായ്. இவன் தானே மாட்டி விட்டது. സാറേ സെപ്പറേറ്റ് ആയിട്ട് സാറേ. ഇതെന്റെ സാധനമാണ്. எனக்கு அந்த பொண்ணு நைட்ல போயிட்டு வாங்கிட்டான்னு சொல்லும்போது டவுட் தான். அதனால தான் சொன்னேன், ஏதோ வில்லங்கமா இருக்கு. സെപ്പറേറ്റ് ആക്കി തന്നെ എനിക്ക് അമ്മ ഷെയർ വെക്കും. ഏസിയില്ല സാറേ അവിടെ. അല്ല ഇതിങ്ങനെ പച്ചക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചു. പിന്നെ സാറെ അടുത്ത് ഉപയോഗിക്കുമ്പോ അതിന്റെ കിട്ടൂല. വരട്ടെ മക്കളെങ്ങനെ വളർത്ത. അതെങ്ങനെ വാപ്പ മരിച്ചതാണല്ലേ? இந்த 4 பேர் எங்கெங்கெல்லாம் போக போறாங்களோ அடுத்து கடைசியில எங்க வந்துடா நிக்க வச்சிருக்கீங்கிற மாதிரி பாக்குறாங்க. ഇങ്ങനെ ഒരു സ്ഥലത്തുമാർ പറഞ്ഞല്ലേ அவரு பேரு புதுசா இருக்கு. ஆஹா இது புதிய இடமா இருக்கு. ഇവന്മാരൊക്കെ ആരാണെന്ന് അറിയാമോ? ഞങ്ങളുടെ പിള്ളേരാ സാർ. അല്ല, അതെ സാർ. വലിയ മയക്കുമരുന്ന് റാക്കറ്റാണ്. റോക്കറ്റാ? ഇവനൊക്കെ അതൊക്കെ തന്നെ. എല്ലാവരും ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ബാക്കിയുള്ളൊരു പുതിയ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. സാറേ കോളേജ് പഠിക്കുന്ന 5 പേര് നമ്മളെ മക്കളാണ് സാറേ. ആ കോളേജിൽ പഠിക്കാത്തവന്മാരൊക്കെ ഇങ്ങോട്ട് മാറിക്ക്. എടാ പൊട്ടന്മാരെ പഠിക്കാത്തവന്മാരെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കിട്ടാത്തവർ, അല്ലാതെ മൊട്ട മേടിച്ചവന്മാരെന്ന് ഇങ്ങോട്ട് മാറിക്കണം. നമ്മളാണ് കണ്ടാട്ടോ. കിട്ടിയില്ല. ഇതല്ലേ നിങ്ങളുടെ മക്കള്? സാറേ ഇവ എന്റെ മോനാണ് സാറേ. സാറേ ഇതെനിക്ക് പറ്റിയത്. എന്റെ നിന്റെ ഒന്നല്ല, പേര് പറയണം. വിഷ്ണു ആർ. മുഹമ്മദ് അൽബിൻ സലീം ഇബ്രാഹിം. Brian. അജോ തോമസ്. അബ്ദുൽ കലാം. വിവേകാനന്ദ്. பின்னாடி காந்தி போட்டு ഇങ്ങോട്ട് മാറിക്ക്. മക്കളുടെ സ്വഭാവം കണ്ടല്ലോ. നിങ്ങൾ തേനെ പാലയെന്നും പറഞ്ഞ് നല്ല പിള്ളേരെ വളർത്തിട്ട് ഇവന്മാര് കാണിക്കുന്ന പോക്കരുത്തരം കണ്ട. 1ാം ക്ലാസ് ഇവന്മാർ രണ്ടുപേരും തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പൊ സ്റ്റേഷൻ നിറയായ സാറേ. സാർ എന്ത് വേണം ചെയ്തോ സാറേ. കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, അങ്ങനെ നന്നാവുമല്ലോ. എന്നാ താനൊരു കാര്യം ചെയ്യും, ജയിലിൽ പോയി നന്നായി ഒരു 3-4 പേര് വിളിച്ചോണ്ടൊന്ന് കാണിക്കും. ഇവനെയൊക്കെ ഉണ്ടാക്കിയ നേരത്തെ ഒരു വാഴ വെച്ചാ മതി. പ്രശ്നം ഉണ്ടാക്കല്ലേ മര്യാദഗിരി വെറുതെ. വാഴ. എന്റെ അച്ഛൻ ഒരു വാഴ കൃഷിക്കാരനായിരുന്നു. അയ്യോ സാറേ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാറേ. മനസ്സിലായി. എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു, അച്ഛൻ വെച്ചാൽ ഏറ്റവും മോശം വാഴ ഞാനായിരുന്നു. പിള്ളേര് തള്ളിപ്പൊളി ആയാലും രക്ഷകർത്താക്കൾക്കാണല്ലോ സാറേ കുറ്റം. സാറേ, എല്ലാവരും അവരുടെ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇല്ലാത്ത കാശ് കൊടുത്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. ആ വിചാരം ഉമാർക്ക് വേണ്ട സാറേ. ഒരു എഞ്ചിനീയർ ആവാൻ എനിക്കേ പറ്റിയില്ല സാർ.
എന്റെ മകനിലൂടെ എനിക്ക് അത് സാധിക്കാന്ന് വിചാരിച്ച ഞാൻ വെറും മണ്ടനായി പോയി സാർ. മണ്ടന്റെ പേരെന്താ? തോമസ്. തോമാച്ചാൻ ഏതുവരെ പഠിച്ചു? 9 വരെ സാർ. അത് ഞാൻ എന്താ പഠിക്കാതിരുന്നു? എക്സാം എഴുതായിരുന്നില്ലേ? 3 എഴുതി സാർ. 3 തോറ്റു. പിന്നെ പഠിത്തം നിർത്തി. ഓ സാറെന്നെ കളിയാക്കി ചിരിക്കല്ലോ. ആണ് സാറേ, ഞാൻ 9-ൽ 3 തവണ തോറ്റു. അതിനേക്കാൾ ഇവ നന്നായിട്ട് പഠിച്ച് എൻട്രൻസ് എഴുതി എഞ്ചിനീയർ ആയില്ലേ എന്നല്ല സാർ ഇപ്പം മനസ്സിൽ വിചാരിച്ചത്. ആണ് സാറേ. സാറ് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് 3-4 കിലോമീറ്റർ മുണ്ടും മുറുക്കി നടന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ആളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ. കണ്ടോടാ, സാറിന് വരെ മനസ്സിലായി. കഴുതേ. നന്ദി സാറേ. എടോ, എല്ലാ തന്തമാരും ഇതൊക്കെ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് താൻ പാസ്സായില്ലല്ലോ. അച്ഛന്റെ ഇല്ലാത്ത കാശ് കളഞ്ഞ മരക്കഴുത. ഇത്രയും തോൽവികളായ യോബാനാണ് സാർ സപ്പോർട്ട് ചെയ്യണത്. ഇവിടെ അച്ഛന്മാരുടെ വിഷമം കാണാൻ ആരുമില്ല സാറേ. ഊണ് ഉറക്കില്ല, രാവകൽ അധ്വാനിക്കുന്നില്ലെന്നറിയോ? എന്നെങ്കിലും ഇവരൊക്കെ നന്നാവുന്ന കരുതിയിട്ടാ. സാറ് പഠിച്ചില്ലാലും കുഴപ്പമില്ല, യോമാരിങ്ങനെ നാണം കെടുത്ത് നിർത്താതെ മതിയായിരുന്നു. സാർ, ഇവന്മാരുടെ ഏറ്റവും വലിയ ശത്രു ഇപ്പം ഞങ്ങളാ. ഒന്ന് പഠിക്കാനേ പറഞ്ഞോളൂ. അതുപോലും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാ സാറേ, ഇവിടെ ഒരാൾക്ക് ഞങ്ങൾ പിള്ളേരെ മനസ്സിലാകുന്നില്ല. 24 മണിക്കൂറും പഠിക്കാൻ കഴിവില്ലാത്തവർക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ? എപ്പോ നോക്കിയാലും എല്ലാത്തിനും ഞങ്ങളാണ് കുറ്റക്കാര്. ബാക്ക് ബെഞ്ചർ ആവുന്ന ഇവിടെ ആരും കോളേജിൽ പോകുന്നില്ല. ഭാവിയെ കുറിച്ചുള്ള നിങ്ങളുടെ മുടിഞ്ഞ പ്രശ്നക്കാരോട് ഞങ്ങൾ എല്ലാം ബാക്കിലായി പോണത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെക്കാളും ബെറ്റർ നമ്മളെ മുന്നിലിരിക്കുന്ന മിഡിൽ ബെഞ്ചേഴ്സ് എന്ന്. അവന്മാരുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയാവൂ. അതെ, അവന്മാർ ഒന്നെഴുപ്പേ ബാക്കി പോകും. ആഞ്ഞു പഠിച്ചാൽ അവർ മുന്നിൽ എത്തേയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന പഠിപ്പിച്ചാണ് ഏറ്റവും വലുതെന്ന്. പക്ഷേ അവന്മാരാണ് സാറേ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്. ഓരോ തവണ ഫസ്റ്റ് പഠിച്ചിട്ട് വരുമ്പോഴല്ലോ ഈ വീട്ടുകാർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആക്കാന്നാണ്. അപ്പൊ അവളെ കഷ്ടപ്പെടുകയാണ്. ഈ പ്രഷർ കാരണമാണ് പലതവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ചാവാനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലോ എനിക്ക് എന്നെ തന്നേക്കും പോയാൽ. നിന്റെയൊക്കെ കോപ്പറേറ്റ് ടെൻഷൻ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാ സാറേ ഞാൻ ഈ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് മുഴുവൻ. നമ്മള് പത്തി തോറ്റ എത്ര നന്നായില്ലടാ ആശ്രയ. പിന്നെ അല്ല, ജയിലിടിഞ്ഞ് വീണാലും നീ പുറത്തിറങ്ങില്ല. നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇനി എമ്മാതിരി വള്ളിക്കെട്ട് കേസുമായിട്ട് നീയൊക്കെ ഈ വഴി വന്നാ നിന്റെ തന്തേനെ കേട്ടല്ലോ. പഠിക്കാൻ പറ്റുന്നവരൊക്കെ പോയി പഠിക്കും, നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്ക്. ഒരു മനുഷ്യനെ ടെൻഷൻ ആക്കാൻ എനിക്കൊന്ന് കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കണം. பேசலவங்க அப்பா கிட்ட முடியாதுல இவரு திட்டாங்க. സാറേ ഞങ്ങളും ഇറങ്ങടാ വെളിയിൽ. ഇവിടെ പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുള്ള കേസ് സംസാരിച്ചു. സാറേ, ഇത്രയും വർഷം ഞങ്ങളുടെ അച്ഛനമ്മമാർക്കില്ലാത്ത സ്നേഹമാണ് ഒറ്റ പ്രാവശ്യം കണ്ട സാറിന് ഞങ്ങളോട്. നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഇതിലും ഭീകരനായിരുന്നു. അങ്ങേരെ ഒറ്റ ഒരാള് കാരണമാണ് ഈ വേണ്ടാത്ത ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഞാൻ ഇത്ര കലിഫൊന്നുമല്ല. എമോഷൻ ആയിട്ടുണ്ട്. ശരി സാർ. എവിടെ പോയാലും ആളും തരോ നോക്കി സംസാരിക്കണം. മേലെ ഇത് ആവർത്തിക്കരുത്. ഓക്കെ? വിവേകാനന്ദൻ. ആപ്പ് വയ്ക്കുന്നതിന് ഇവളൊക്കെ ആപ്പ് വയ്ക്കുന്നില്ല. ഡോർ അടക്കടാ. കണ്ട മയക്കുമരുന്ന് കച്ചവടക്കാരൻ എന്റെ വീട്ടിൽക്കാരനാ. അവിടെ ഞാനും എന്റെ ഭാര്യയുണ്ട്. ഇനി വയസ്സാം കാലത്ത് ഇതിന്റെ പേര് ജയിലിൽ കിടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇനി നിന്റെ തലവട്ടം എന്റെ വീടിന്റെ പരിസരത്ത് പോലും കണ്ടുപോയിരുന്നു. പാപ്പ, എനിക്ക് വണ്ടിയുടെ ചാവി ഒന്ന് വേണമായിരുന്നു. എന്തിനാടാ? വിഷ്ണുവിനെ വിളിക്കാൻ. இந்த பேரண்ட்ஸ்ல ஒரு ஆள் தான்ப்பா கொஞ்சம் ஃப்ரீயா இருக்காரு. ഹലോ ആശ്ര, ഞാനാ. ഹലോടാ, എന്തായി? ഇല്ലേ? എടാ കണ്ടോടാ? ഇല്ല, ഞങ്ങൾ നോക്കുക. പന്നെ ഇത് എവിടെ പോയി കിടക്കണം? பெரியதா பார்க்க போயிருப்பாங்க. ഇവിടെ എങ്ങും ഇല്ല. അവനെ വിളിച്ചിട്ട് കിട്ടണല്ല. പോലീസ് സ്റ്റേഷൻ നോക്കിയിട്ട് അവിടെ ഇല്ല. വാ നോക്കാം. എടാ അവിടെ നോക്കിയാലോ? അല്ലടത്തിന്റെ അവിടെ. അമ്പലത്തിന്റെ അവിടെ അവന്മാർ നോക്കില്ല. അപ്പ അറിയത്തില്ല. അവിടെ നോക്കാം. എടാ ഇറങ്ങി വേണം, നമുക്ക് ഇവിടെ സംസാരിക്കാം. ஐயோ மேல ஏறிட்டான் போல. തോൽവിയാണ്, എന്നെ ആർക്കും വേണ്ട. എടാ ആദ്യം പറഞ്ഞ നമ്മൾ സമ്മതിച്ച്. നീയും തോൽവിയാണ്, നമ്മളെല്ലാരും തോൽവിയാണ്. വാ. എടാ ഞങ്ങളെല്ലാം നിന്നോട് அன்னைக்கு இருக்கானுங்கப்பா ஜாலியா. ചുറ്റിച്ചു പോയില്ലേ? അവസാനം നീ രക്ഷപ്പെടാതെ വല്ല കോമ സ്റ്റൈൽ എങ്ങനെ ആയിപ്പോയ നിന്റെ വീട്ടുകാരെല്ലാരും കൂടെ കുത്തോളം കൂടാ. എല്ലാം കൊണ്ട് ബാധ്യത തോന്നിട്ട് ഫാമിലി മുടിയും. ഇറങ്ങി വാടാ. വാ. എല്ലാം കൂടെ 4 കൊല്ലം കഴിഞ്ഞാൽ നിന്റെ വീട്ടുകാരും ഞങ്ങളും മറക്കും. ആർക്ക് നഷ്ടം? നിനക്ക് നഷ്ടം. വാ വാ. இவனுக்கு தெளிவா பேசுறது இன்னொருப்பா. അപ്പൊ 3 കൊല്ലം ഡിപ്രഷൻ അടിക്കാൻ ഉള്ളതേ ഉള്ളല്ലടാ ഞാൻ നിനക്കൊക്കെ. എന്താണ്? എടാ നിന്റെ വീട്ടിലെല്ലാം പറഞ്ഞ് നമുക്ക് സെറ്റ് ആക്കാം. നീ ഒന്ന് താഴെ വാ. അവിടെ ഒരു കോപ്പ് സെറ്റ് ആവാൻ പോണില്ല. ആളിയെ ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നീ ചാടിക്കും. ചാടിക്കും. ഓക്കെ. முதல்ல ஆரம்பிச்சானுங்க.
നിങ്ങൾ വരണ്ട ഇനി അത് അച്ഛന് വെറുതെ അത് മതി സീനാവണം. എടാ ഞങ്ങളും വരടാ. എടാ വേണ്ട, എനിക്ക് പറയാനുള്ള ഞാൻ ഒറ്റയ്ക്ക് പറയാം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ പറയും, നീ റോയി പോ, നീ കയറി വെച്ച് ഞങ്ങൾ പോകുന്നു. ഈ ഫാനിൽ എങ്ങനെ തൂങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫാൻ ഓഫ് ആക്കിട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ കറങ്ങി അടിക്കും. പ്രശ്നമൊന്നും ഉണ്ടാവില്ല ജോലി. പോ പോങ്ങാൻ. അവന്റെ പുറകെ പോലീസുകാരെല്ലാം ഉണ്ടോ എന്ന് നോക്കടി. അച്ഛാ, ഞാൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തിട്ടില്ല അച്ഛാ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഞാൻ പറഞ്ഞോളാം ഈ വീടിന്റെ പടി ഔട്ടരുതെന്ന്. ആണോ? ഒന്ന് പതുക്കെ ഒന്ന് പതുക്കെ പറ, നാട്ടുകാരെ കേൾക്കും. മകഞ്ഞെടുത്ത് തരാം. ഇനി അറിയാൻ ആരുമില്ല. എന്റെ പുതിയ പേരെന്ന് നിനക്കറിയാവോ? കഞ്ചാവ് രാധാകൃഷ്ണൻ. മകൻ അച്ഛനെന്ന ഡെസിഗ്നേഷനാ. എഞ്ചിനീയർ ആകാൻ വിട്ടതാ. എന്നിട്ട് നാണമില്ല കയറി വന്ന് നിൽക്കുന്നു. ഇറങ്ങിപ്പോടാ. അച്ഛാ, ഞാൻ ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തിട്ടില്ല അച്ഛാ. എനിക്ക് അതിന്റെ എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വിശ്വസിച്ചു. കൂട്ടുകാർ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതായിരിക്കും. ഞാൻ ഒരു പൊട്ടനാണ് നേരിടോടെ ഇതൊക്കെ വിശ്വസിക്കാൻ. നിന്നെപ്പോലുള്ളവന്മാർ ജീവിക്കേണ്ടത് ഇവിടെയല്ല, അറിയാവോ? ഇറങ്ങടാ വെളിയില. അങ്ങനെ പറയരുത്. അവൻ പറഞ്ഞില്ല അവനൊരു അബദ്ധം പറ്റിയതാന്ന്. എനിക്ക് നിനക്കുവാ, അറിയാവോ? ആകെ കൂട്ടിയോടെ ഉണ്ടായിരുന്ന സമാധാനം മാത്രമാ. ഇപ്പൊ അതും പോയി. ഒന്നില്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ ഇവൻ, ആരെങ്കിലും ഒരാൾ മതി ജീവനോടെ ഈ വീട്ടില്. നിങ്ങൾ എന്താ പറയുന്നത്? അവൻ നമ്മുടെ മോനല്ലേ. നിനക്ക് ആദ്യം തരേണ്ടത്. നീ ഒറ്റ ഇവനെ ഇങ്ങനെ വഷളാക്കിയത്, അറിയാവോ? ഇനി എന്നെ നെഞ്ചത്തോടെ ചോദിക്കോ? കുഞ്ഞുനാളിലെ മുതൽ നിങ്ങളെ തല്ലി പഠിപ്പിച്ച ഇവനെ ഇങ്ങനെ ആക്കിയത്. ഒരു നല്ല വാക്ക് നിങ്ങൾ അവനോട് പറയാൻ മിണ്ടോ? ഞാൻ ഇനിയും മിണ്ടോ? ഇനി എന്റെ ഒരു ഒച്ച ഉണ്ടാക്കിയാലുണ്ടല്ലോ. പോച്ച് ടെൻഷനായിട്ട് നിനക്കെന്നെ അടിക്കണോടാ? നിനക്കെന്നെ അടിക്കണോടാ? யாருப்பா அவரு? അവനെന്നെ അടിക്കട്ടെ. നീ നമുക്ക് മാറി അവൻ അടിക്കട്ടെ. ഒരളവുதான், அதுக்கு மேல அது தாங்க போறான். ஓகே, தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம பார்ட் 3ல சந்திப்போம். பாய்.